നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലം മീനൻ രാശിക്കാർക്ക് എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, ഇനി എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതിന് എന്തെല്ലാം പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്നൊന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ആദ്യമായി മീനം രാശി എന്ന് പറയുന്നത് പൂരിരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2.25 നക്ഷത്രം. ഇവർക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വളരെയേറെ ജനുവരി 2025 മെയ് 14-ാം തീയതി വരെ അല്പം വ്യാഴപ്രീതി കുറവായതുകൊണ്ട്, അതും രാശിനാഥനായ വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം നടന്നു പോകുവാൻ ബുദ്ധിമുട്ട് വരും. സഹോദരങ്ങളാലും അതുപോലെ സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ അവരൊക്കെ തന്നെ നമ്മൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകിയില്ല എന്ന് ചിലപ്പോൾ തോന്നലുകളും വരാം. എല്ലാവരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ 15/5/2025 മുതൽ വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരുന്നു. അതും വ്യാഴത്തിന്റെ അംശഭാഗമായ ബുധന്റെ രാശിയിലേക്കാണ് വരുന്നത്. ഈ വ്യാഴമാറ്റം മീനൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത്. ആഗ്രഹിക്കുന്ന രീതിയിൽ വീട് നിർമ്മാണം, വീട് മാറി താമസിക്കൽ, അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബ സമാധാനം, കുടുംബത്തിലുള്ളവരുമായി നല്ല സൗഹൃദത്തിൽ വരുവാന്, എല്ലാവിധ കുടുംബ ഐക്യവും ഉണ്ടാകുന്നതിന്, രക്ഷിതാക്കളുമായി നല്ല സഹകരണത്തിൽ, കുടുംബാംഗത്തിൽ പുതിയ പുതിയ വസ്തുവകൾ വാങ്ങുന്നതിന്, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് യോഗം വരുന്നു. വാഹനങ്ങളുടെയൊക്കെ നല്ല വാഹനങ്ങൾ വാങ്ങാനും അതിൻ്റെ റിപ്പയറിംഗ് ഒക്കെ നടത്തി മാറ്റങ്ങൾ വരുത്തുന്നതിനുമൊക്കെ യോഗം കാണുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അല്പസ്വല്പമായി മാറി ധനം സമ്പാദിക്കുന്നതിനുള്ള മാർഗവും തെളിഞ്ഞു വരുന്നു. സന്താനങ്ങളെ കൊണ്ട് ഏറ്റവും സൗഭാഗ്യം അനുഭവിക്കും. പൊതുവെ കുടുംബ സുഖം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് മെയ് 15 മുതൽ. പിന്നെ രാഹു കേതുക്കളുടെ മാറ്റം 18/5/2025 മുതൽ 1.5 വർഷക്കാലം രാഹു കേതു ശിരസിൽ നിന്നിരുന്ന രാഹു പുറകിലേക്ക് കുംഭൻ രാശിയിലേക്ക് മാറുന്നു, അതായത് 12ലേക്ക് മാറുന്നു. അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. അത് മാർഗസ്ഥാനത്ത് 7-ാം ഭാവത്തിൽ ഇണയുടെ സ്ഥാനത്ത് നിന്നിരുന്ന കേതു മാറുന്നതോടുകൂടി അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇണയുമായിട്ടോ പ്രണയിനിയുമായിട്ടോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുമായിട്ടോ ഒക്കെയുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറി ഒരു സമവായത്തിലെത്തുവാൻ സാധിക്കും. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. കർമ്മ തടസ്സങ്ങളെല്ലാം മാറി ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷം തെളിഞ്ഞു വരുന്നതാണ്. അതുപോലെ വ്യാഴമാറ്റവും രാഹുകേതുക്കളുടെ മാറ്റവും ഒക്കെ പൊതുവെ മീനൻ രാശിക്കാർക്ക് പ്രത്യേക ഗുണഫലങ്ങളാണ് നൽകുന്നത്. എന്നാൽ 29/3/2025 ജന്മശനിയാണ്. അതായത് കുംഭൻ രാശിയിൽ നിന്നും ശനി സ്വക്ഷേത്രത്തിൽ സ്വന്തം രാശിയിലേക്ക് വരുന്നു, അതായത് മീനൻ രാശിയിലേക്ക് വരുന്നു. അപ്പൊ ജന്മശനിയുടെ കുറച്ച് കഷ്ടതകൾ മധ്യവയസ്കർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ എള്ള് തലയ്ക്കൊഴിഞ്ഞൊഴുക്കിക്കളയുക. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക. ധർമ്മശാസ്താവിന് നെയ്വിളക്ക് തെളിക്കുക. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ ഹനുമാൻ ചാലിസ നിത്യം ജപിക്കുന്നത്, ധർമ്മശാസ്താവിന് നെയ്വിളക്ക് തെളിക്കുന്നതോടൊപ്പം തന്നെ ശാസ്താ ഗായത്രി ജപിക്കുന്നത്, വിഷ്ണുമായ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകും. എല്ലാ ദിവസവും ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വിഷ്ണു അഷ്ടോത്തരം, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നത്, ഭഗവാൻ ഒരു തുളസിയില മനസ്സിലെങ്കിലും സമർപ്പിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊരു 11 പ്രാവശ്യം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശ്രീരാമജയം ശ്രീരാമജയം എന്നൊക്കെ ഒരു 108 പ്രാവശ്യം എഴുതുകയോ ജപിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാ സദ്ഗുണ
ഗുണങ്ങളും വന്നു ചേരും. സന്താനങ്ങൾക്കായാലും ഇണയ്ക്കായാലും തുണയ്ക്കായാലും രക്ഷിതാക്കൾക്കായാലും എല്ലാവിധ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥലം മാറ്റം കിട്ടി അവിടെ ഒരു അനുകൂല ജീവിതം നയിക്കുന്നതിനൊക്കെയുള്ള സാഹചര്യം വന്നു ചേരും. പൊതുവേ പറഞ്ഞാൽ മീനൻ രാശിക്കാർക്ക് 2025 ഒരു ഗുണഫലങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കുവാനായി വരാൻ പോകുന്ന ഗുണഫലങ്ങൾ സ്വജനങ്ങളുമായിട്ട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറുവാൻ, ആരുടെയും കുറ്റം കണ്ടെത്താതെ എല്ലാവരുമായിട്ട് ക്ഷേമ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുക, ആരുടെയും കുറവും കുറ്റവും കണ്ടുപിടിക്കാതിരിക്കാൻ ശ്രമിക്കുക, വിവാഹ മംഗളാദി കർമ്മങ്ങളിൽ പങ്കെടുക്കുക. ഒരുപാട് കാലമായി വിവാഹം നടക്കാതിരുന്നവർക്ക് അതിനുള്ള മാർഗം തെളിഞ്ഞു വരും. കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിലൊക്കെ അതൊക്കെ പറഞ്ഞു തീർത്ത് സമവായത്തിലെത്തിക്കുക. തൊഴിലിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കാതെ ഒന്നിലേറെ ജോലികൾ ഒരേ സമയം ചെയ്യുവാനുള്ള ശ്രമം നടത്തുക. പരീക്ഷകളിലൊക്കെ വിജയിക്കുന്നതിനായി മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. മാർഗസ്ഥാനം തെളിഞ്ഞു തരും. ഗണപതിക്ക് ഏത്തമിടുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, നരസിംഹസ്വാമിക്ക് കഴിയുമെങ്കിൽ പാനകം വഴിപാട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എല്ലാവരോടും എപ്പോഴും ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഉപദേശങ്ങൾക്ക് പകരം അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന, ഒന്നിലേറെ ജോലി ചെയ്യാൻ കഴിവുള്ള, ക്ഷമാശീലമുള്ളവരായി മാറുമ്പോൾ എല്ലാ സത്സംഗങ്ങളൊക്കെ പങ്കെടുക്കുക, കഴിയുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുക ഒക്കെ ആകുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവ യോഗത്തിൽ വരും. വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത്, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുക. ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ എന്ന് ഐശ്വര്യ കുബേരലക്ഷ്മി മന്ത്രം ജപിക്കുക. അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊരു 11 പ്രാവശ്യം നിത്യം ജപിക്കുക. ഏകാദശി വ്രതം എടുക്കുക. അതുപോലെ വ്യാഴാഴ്ചകളിൽ ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും, ഒരു കുട്ടികൾക്കെങ്കിലും എന്തെങ്കിലും വർഷത്തിൽ ഒരിക്കൽ അവർക്ക് വേണ്ട വസ്ത്രമോ ഭക്ഷണമോ അല്ലെങ്കിൽ ബുക്കുകളോ ഒക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് പഠന സഹായങ്ങൾ ചെയ്യുന്നതൊക്കെ എല്ലാ സൽഗുണങ്ങളും നൽകും. പ്രായമായവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നത്, അവശതകൾ അനുഭവിക്കുന്നവർക്ക് ദാനങ്ങൾ ചെയ്യുന്നതോടുകൂടി, തന്നാലാവുന്ന മാർഗനിർദ്ദേശം നൽകുന്നതോടുകൂടി എല്ലാ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാവും. 4-ാമിടത്ത് ചൊവ്വ നിൽക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതൊക്കെ എല്ലാ ഗുണഫലങ്ങളും വർദ്ധിക്കുന്നതിന് സഹായകമാകും. വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, മഞ്ഞ പട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ദാനം ചെയ്യുന്നതൊക്കെ നല്ലതാണ്. 2025 ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു വർഷമായി തീരുവാൻ, എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാകുവാൻ കുടുംബപരദേവതകളുടെയും ഇഷ്ടദൈവങ്ങളുടെയും ഒക്കെ അനുഗ്രഹം എല്ലാ നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും ഉണ്ടാകട്ടെ. 2025 ഒരു ശോഭനമായ വർഷമായി ലോക നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം കുടുംബത്തിലും സ്വന്തം ജീവിതത്തിലും സ്വന്തം സഹോദരങ്ങൾക്കുമൊക്കെ ചെയ്യുമ്പോൾ അതുവഴി ലോക നന്മയും ഉണ്ടാകും. അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ. ഒരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.